ചരിത്ര മുഹൂർത്തത്തിന് ഒരുങ്ങല്ലേ? നാളെയല്ലേ? അൽഹംദുലില്ലാ. എത്ര ഭാഗ്യമുള്ളവരാ ഈ നാട്ടുകാരൻ. ഞാൻ ആലോചിച്ചു പോയി, എത്ര ഭാഗ്യം സിദ്ധിച്ചവരാ. അല്ല, നാളെ ആരാ കടന്നു വരുന്നത്? നാളെ ആരാ കടന്നു വരുന്നത്? ആ കടന്നു വരുന്ന ആളിനുള്ള സമ്പത്ത് മുതലെന്താ? സമ്പത്ത് എന്താ? കുറെ കോടികളാണോ? അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമുദായത്തിന് വേണ്ടി സദാ ഓടി നടന്നു, പ്രായം മറന്നോടി നടന്നു. മഹാനായ ഖമറുൽ ഉലമ എ.പി. ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞാൻ ഉറപ്പിച്ച് 100% പറയാ, നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. നിങ്ങൾക്ക് അന്വേഷിക്കാം, പഠിക്കാനും അന്വേഷിക്കാനും ഒക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ആരെ അവലംബിക്കണ്ട, സ്വന്തമായിട്ട് അന്വേഷിക്കാം, പഠിക്കാം, അപഗ്രഥിക്കാം. ഏഷ്യയില്, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഏഷ്യയില് ഇതുപോലെ കാരുണ്യവും വിദ്യാഭ്യാസവും അതുപോലെ നന്മയുമായി മുന്നോട്ട് വന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഇത്ര വലിയ ഉന്നതമായ പ്രവർത്തനം നടത്തുന്ന സമകാലികനായ ഒരു അഹ്ലുസുന്നയുടെ പണ്ഡിതൻ വേറെയുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അറിയോ, ഇന്ത്യയിൽ മാത്രം 1,00,000 വിദ്യാർത്ഥികളെ മഹാനായ ഖമറുൽ ഉലമയുടെ കരങ്ങളാൽ പരിപാലിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രം 1,00,000 വിദ്യാർത്ഥികളെ. 1,00,000 വല്ലാ. യതീമക്കളുണ്ട്, പാവപ്പെട്ടവരുണ്ട്, കിടക്കാടമില്ലാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുക ഈ പാവപ്പെട്ട പ്രായം ചെന്ന മനുഷ്യൻ. ഞാൻ ഓർത്തുപോയ എത്ര വലിയ ക്ഷീണമാ. ഞാനൊക്കെ 2 മണിക്കൂർ പ്രസംഗിച്ചു കഴിയുമ്പോൾ, സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 മണിക്കൂർ യാത്ര ചെയ്ത് കഴിയുമ്പോ ക്ഷീണമാണ്. ചെറുപ്പക്കാരനാണ് എനിക്ക്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നെല്ലിക്കുന്ന് ഉപ്പാപ്പ എന്ന് പറയുന്ന ഉറൂസ് അറിയില്ലേ? കാസർഗോഡ് ജില്ലയിലെ വളരെ അറിയപ്പെട്ട നെല്ലിക്കുന്ന് ഉപ്പാപ്പ ഉറൂസിലെ ഉസ്താദ് അവരുടെ പ്രാർത്ഥനയാണ്. ഈ വിനീതൻ ഒരു പ്രഭാഷണമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ എ.പി. ഉസ്താദ് വന്നു. 4, 5, 6 പരിപാടി കാസർഗോഡിന്റെ ഏതെല്ലാമോ മുക്കുമൂലയിലേക്ക് അടിച്ചിട്ട് ആ പാവപ്പെട്ട പണ്ഡിതൻ ആയിരങ്ങൾ കാത്തിരിക്കുന്ന സദസ്സിലേക്ക് ആത്മീയ അലങ്കാരമായി പടനായകൻ കടന്നു വന്നു. ക്ഷീണമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കടന്നു വന്നു. നടക്കാൻ വയ്യ, കൂടുതൽ ഇരിക്കാനും വയ്യ, നിൽക്കാനും ബുദ്ധിമുട്ടാണ്. ഇനി ഇതിനടുത്തിരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. ക്ഷീണമുണ്ട്. എത്രയോ പരിപാടി കഴിഞ്ഞ് ഏതാണ്ട് 12 മണിയായെന്ന് തോന്നുന്നു, 11, 12 മണിയായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, കടന്നു വന്നപ്പോ അടുത്തിരുന്ന് ഞാൻ ചോദിച്ചു, ഉസ്താദെ മൈക്കിങ്ങോട്ട് നീക്കി വെക്കട്ടെ? ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദെ ഇരുന്നിട്ടൊന്ന് പ്രസംഗിച്ചാൽ പോരെ? ക്ഷീണമുണ്ടല്ലോ, ഇരുന്നിട്ടൊന്ന് പ്രസംഗിച്ചാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആഫിയത്തുള്ള എത്ര ആളുകൾ ഇരുന്നിട്ട് പ്രസംഗിക്കുക. ഇരുന്നിട്ട് പ്രസംഗിച്ചാ മുസീബത്താന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത്, ഈ പ്രായമുള്ള ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ മൈക്കിങ്ങോട്ട് നീക്കി വിട്ട് ഇരുന്നിട്ട് സംസാരിച്ചാൽ പോരെ? വേണ്ട മോനെ, വേണ്ട, ഞാൻ നിന്നോളാം. 1 മണിക്കൂർ ഉസ്താദ് അവர்கள் ആ പുരുഷാരത്തിന്റെ മുമ്പിൽ സംസാരിച്ചു. സാഹോദര്യവും സമത്വവും സൗഹാർദ്ദവും സ്നേഹവും. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെയല്ലേ നമുക്ക് രാജ്യത്തിന് ആവശ്യം. പരസ്പരം കലഹിച്ച്, തെറി വിളിച്ച്, തോന്നിവാസം കാണിച്ച്, അശ്ലീലതകൾ വിളമ്പി തമ്മിലടിപ്പിക്കുന്നവരെയാണോ? സ്നേഹത്തിന്റെ പൂച്ചെണ്ടുമായി എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നവരെയാണ് നമുക്ക് ആവശ്യം. മഹാനായ എ.പി. ഉസ്താദ് അവர்கள் 3000-ഓളം പള്ളികള്, ആലോചിച്ചു, 3000-ഓളം പള്ളികള്. മഹാനായ ഖമറുൽ ഉലമ എ.പി. ഉസ്താദ് അവர்கள் കേവലം ഒരു പണ്ഡിതനല്ല, അഹ്ലുൽ കറാമയാണ്. ഉമ്മമാരെ, നിങ്ങൾക്ക് സംശയമുണ്ടോ? ഉപ്പമാരെ, നമ്മളൊന്നും അറിയുന്നില്ല, പഠിക്കാൻ തയ്യാറാകണം. നമുക്കറിയില്ല അവരുടെ പവർ. ഈ അടുത്ത് പാലക്കാട് ജില്ലയിൽ നിന്നും ഒരു ചെറുപ്പക്കാരന് ഫോൺ വിളിച്ചു. ഞാൻ ഒന്നിലധികം സദസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അൽഹംദുലില്ലാ, എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്റെ മുമ്പിലുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കാനോ? നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ സ്നേഹിക്കണ്ട, സ്നേഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സ്നേഹിക്കാൻ. പക്ഷേ നിങ്ങൾ തെറി വിളിക്കരുത്, ആക്ഷേപിക്കരുത്, അവരുടെ വഴിത്താരയിൽ മുള്ളുവാരി വിതറരുത്. നിങ്ങളുടെ സ്വർഗം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമുക്കൊന്ന് സഹായിക്കാനോ സഹകരിക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ കഴിയുന്നില്ലെങ്കിൽ മിണ്ടായിരുന്നു കൊള്ളണം. പറയാനുള്ളവര് പറയട്ടെ, ചെയ്യാനുള്ളവര് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ദീൻ ഏത് കരങ്ങളിൽ ഏൽപ്പിച്ചോ അതിന്റെ പ്രൗഢിയും പ്രതാപവും അല്ലാഹു നിലനിർത്തും അക്കരങ്ങളിലൂടെ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്കറിയോ, പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറയും, ഉസ്താദേ നിങ്ങൾ ദുആരക്കണം. നമ്മുടെ പണ്ഡിതന്മാരുടെ പവർ, ഇത്രയും വലിയ കറാമത്തുള്ള മഹാനായ ഖമറുൽ ഉലമ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കണം. അദ്ദേഹത്തിന് 2 കുട്ടികളാ ഉള്ളത്. 2ാമത്തെ കുട്ടിയെ തന്റെ ഭാര്യ പ്രസവിച്ചു. പാലക്കാട് ആലത്തൂർ ഹോസ്പിറ്റലില്, പ്രാഥമിക ഹോസ്പിറ്റലായിരുന്നു പ്രസവം. അവിടെ ചൂട് കൊള്ളിക്കാൻ വേണ്ടിയിട്ട്, വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ പുറത്തുകൊണ്ട് കൊണ്ടുപോകുന്നതുണ്ടല്ലോ രാവിലെ, ചെറിയ ഇളം വെയിൽ, അറിയില്ലേ?
ഇളമ്പയിൽ കൊള്ളിക്കാൻ വേണ്ടി നമ്മളെ കൊള്ളിച്ചത് നമുക്ക് ഓർമ്മയില്ലെങ്കിലും കൊള്ളിക്കുന്ന നമ്മുടെ മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നമ്മള്. ഇളമ്പയിൽ കൊള്ളിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ പുറത്തോട്ട് കൊണ്ടുപോകും. ഈ കുഞ്ഞിനെ, ഈ സഹോദരനെ എന്നോട് വിളി, നിങ്ങൾ ചോദിക്കുക, ഞാൻ അഡ്രസ്സും വണ്ടിക്കൂലി ഞാൻ തരൂല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് തരാം, നിങ്ങളെ വണ്ടിക്കൂലി ചിലവാക്കി നിങ്ങൾ പോയിക്കോണം. കാരണം എനിക്ക് സംശയമില്ല, നിങ്ങൾക്ക് സംശയമില്ല. അങ്ങനെ വണ്ടിക്കൂലി ഒന്നൊന്നും സംശയരോഗം മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയുമോ, ആ കുഞ്ഞിന് ആ ഇളമ്പയിൽ കാണിച്ചപ്പോ കളറപ്പാടെ മാറിപ്പോയി, വല്ലാത്ത അവസ്ഥയായി പോയി. ഡോക്ടർ ചികിത്സിച്ചിട്ട് പറഞ്ഞു, ഇല്ല, ഇവിടെ ചികിത്സിക്കാൻ വകുപ്പില്ല, വലിയ എന്തോ മാരകമായ രോഗമായി മാറിപ്പോയി. അവസാനം 1-2 ഹോസ്പിറ്റൽ കഴിഞ്ഞ് അവസാനം തൃശ്ശൂര് മിഷൻ ഹോസ്പിറ്റൽ, അന്വേഷിച്ച് നോക്ക്, ഞാൻ ഹോസ്പിറ്റലിന്റെ പേര് വരെ പറയല്ലേ, മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂര്, അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം മരണത്തോട് മല്ലിട്ട് കിടക്കി. അതിന്റെ ഇടയ്ക്ക് കുറെ സംഭവങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം പോരാ. നമ്മുടെ ഉലമാക്കളുടെ പവറും അവരുടെ മഹത്വവും മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ഒന്ന് ദ്വാരക്കെ ഒന്നും കൊടുത്തില്ലെങ്കിലും അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കണേ. അള്ളാഹ് അവര് ജീവിച്ചിരുന്നാല്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ചു നോക്ക്, നമ്മുടെ ഒരു വർഷം അല്ലെങ്കിൽ നമ്മുടെ ആയുസ് മുഴുവനും നമ്മൾ ഓടി നടന്നാലും മഹാനായ ഖമറുൽ ഉലമയുടെ 1 മണിക്കൂറിന്റെ മൂല്യം, 1 മണിക്കൂറിന്റെ വിശ്രമമില്ലാതെ അഹ്ലുസുന്നയുടെ അജയ്യ ശബ്ദമായി പകരക്കാരനില്ലാത്ത അമരക്കാരനായി കർമ്മരംഗത്ത് ഇപ്പോഴും സജീവമായി കൊണ്ടിരിക്കുന്ന മഹാനല്ലേ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഡോക്ടർമാർ പറഞ്ഞു, രക്ഷയില്ല. ഇനി നിങ്ങൾ അറിയിക്കുക, ഒരു ആംബുലൻസ് നിങ്ങൾ തയ്യാർ ചെയ്തിടുക. ഏകദേശം എല്ലാ ടൈം വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ കഥ അങ്ങനെയാണ്, നമ്മളൊക്കെ തൃപ്തിപ്പെടണം. ഞാൻ പറയുമ്പോൾ പള്ളിയിൽ അറിയിക്കണം. ആംബുലൻസ് ഞങ്ങൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്, അങ്ങോട്ട് വരും. ഈ ചെറുപ്പക്കാരൻ ചിന്തിച്ചു, മഹാനായ AP ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിക്കാന്ന് മനസ്സിലൊരു തോന്നൽ വന്നു. ഭാര്യ എടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു ചിന്തയുണ്ട് എനിക്ക്, AP ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിക്കണമെന്ന് എന്റെ മനസ്സിൽ വെമ്പൽ കൊള്ളുക എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയാനിരുന്നതാ, എന്തായിരുന്നാലും ഈ അവസ്ഥയിലൊന്ന് ദ്വാരപ്പിച്ചോ, നല്ലതല്ലേ, എന്തായിരുന്നാലും ഉസ്താദിനടുത്തൊന്ന് പോ, നമുക്ക് വേണ്ടി ദ്വാരക്ക്, നമ്മൾ അനുഭവിക്കുന്ന വിഷമം അത്രയല്ലേ. മഹാനായ AP ഉസ്താദ് അവർ കാരന്തൂര് മർക്കസിലെ 2 മണി സമയമായപ്പോ എത്തി. 2 മണി സമയമായപ്പോ എത്തി. പാതിര വെളുപ്പാങ്കാലത്ത് 2 മണി സമയം അവിടെ അല്പം കിടന്നുറങ്ങി. എന്റെ പ്രിയപ്പെട്ടവര്, ചുരുക്കം പറഞ്ഞാൽ AP ഉസ്താദിനെ കണ്ടു, ഒരു കുപ്പി വെള്ളം മന്ത്രിച്ചു വാങ്ങി. ഉസ്താദിനോട് ആദ്യം പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, അള്ളാഹു ശിഫയാക്കട്ടെ, സലാമത്താക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ ബുഖാരി ക്ലാസ് കഴിഞ്ഞു വരട്ടെ. ക്ലാസിനെ കുറിച്ചൊക്കെ ഒരു ദിവസം പറയാനുണ്ട്. ബുഖാരി ക്ലാസ്, സുബ്ഹാനല്ലാഹ്, അതൊരു ക്ലാസ്സാണ്. പണ്ഡിതന്മാരാണ് അവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാര്, ആഗോളതലത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാർ ആ ക്ലാസ് കേൾക്കാൻ വന്നിട്ടുണ്ട്. ചുരുക്കം ആ ക്ലാസ് കഴിഞ്ഞ് AP ഉസ്താദ് വന്നു, അതാ വെള്ളം മന്ത്രിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് കൊണ്ടുപോയി കൊടുക്കാൻ. ഹോസ്പിറ്റലിൽ ചെന്ന് വെള്ളമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എത്രയോ, എനിക്ക് ആ ഫോട്ടോസ്, ആ കുട്ടി കിടക്കുന്ന ഫോട്ടോ അദ്ദേഹം എനിക്ക് അയച്ചു തന്നിരുന്നു. ഈ ചെറുപ്പക്കാരൻ കുട്ടി കിടക്കുന്ന 10-20 ട്യൂബുകളാണ് ശരീരത്തിന്റെ പല ഭാഗത്തും ഘടിപ്പിച്ചിട്ടുള്ളത്. മയ്യത്തായി, പിന്നെ എങ്ങനെയോ കൃത്രിമമായിട്ട് ഇങ്ങനെ ഒന്ന് ശ്വാസം, അല്ല അനക്കൊന്നുമില്ല, കരഞ്ഞിട്ട് തന്നെ ദിവസങ്ങളായി, എല്ലാം കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഡോക്ടർ അടുത്തെന്ന് പറഞ്ഞു, ഈ വെള്ളം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ആത്മീയ നേതാവ് മന്ത്രിച്ചതാ, നിങ്ങളൊരു ലേശം എന്റെ കുട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു, ഒരു രക്ഷയില്ല, കാരണം ഏറ്റവും ക്രിട്ടിക്കലായ അവസ്ഥയിൽ എല്ലാ പിടുത്തവും വിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇനി നിങ്ങൾ വെള്ളമൊന്നും കൊടുക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഈമാനോട് പറഞ്ഞു, നിങ്ങൾ ഇനി എന്തായിരുന്നാലും നിങ്ങൾ പറഞ്ഞല്ലോ ഇനി ദൈവത്തിന് പോലും രക്ഷപ്പെടുത്താൻ പറ്റൂല, ആംബുലൻസ് വിളിച്ചോ, വീട്ടിൽ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞല്ലോ, ഇനി പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ പ്രയാസപ്പെടുന്നത്, ഈ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടായിക്കൊള്ളട്ടെ, അതിന് ഞാൻ ഏത് പത്രത്തിലും ഞാൻ ഒപ്പിട്ട് തരാന്ന് പറഞ്ഞു. ചങ്കൂറ്റത്തോടെ ചെറുപ്പക്കാരൻ പറഞ്ഞു. അവസാനം 2 തുള്ളി വെള്ളം, അതേ നിവർത്തിയുള്ളൂ, കാരണം ട്യൂബിലൂടെയാ. 2 തുള്ളി വെള്ളം. എന്റെ പ്രിയപ്പെട്ടവരെ, മയ്യത്ത് പോലെ കിടക്കുന്ന കുട്ടി, അവരുടെ വാപ്പയും ഉമ്മയും തന്നെ കുട്ടിയെ കണ്ടിട്ട് ദിവസങ്ങളായി. ആ അവസ്ഥയിൽ കിടക്കുമ്പോ ഈ 2 തുള്ളി വെള്ളം ഒരു ട്യൂബ് മാറ്റിയിട്ട് ആ ട്യൂബിലൂടെ ഒഴിച്ചു കൊടുത്തു. അത്ഭുതം, മഹാത്ഭുതം. ആ വെള്ളം ചെന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോ കുട്ടി ചലിച്ചു. ഡോക്ടർമാരും പരിസരത്ത് നിന്നവരും അത്ഭുതപ്പെട്ടു പോയി. അടുത്ത 2-3 മിനിറ്റുകൾക്കകം കുട്ടി കരഞ്ഞു. അവര് പറഞ്ഞു, ദ മിറാക്കിൾ, ഇതൊരു മഹാത്ഭുതമാണ്, ഞങ്ങളുടെ സേവന ചരിത്രത്തിൽ ആദ്യമാണ്. ഇത് ഞങ്ങൾ ചാനലുകാരോട് പറയണം. ഡോക്ടർമാര് പറഞ്ഞ കാര്യമാണ്, ഇത് ഞങ്ങൾക്ക് ചാനലുകാരോട് വെളിപ്പെടുത്തണം. ഇതൊരു അത്ഭുതമാണ്, പോയ ആത്മാവ് തിരിച്ചു വന്നതാണ്.
ഡോക്ടർമാരുടെ ഭാഷയില് അവര് പറഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം നിങ്ങൾക്കറിയുവോ, ആ കടുപ്പിച്ചിരുന്ന എല്ലാ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കുഴലുകളും മാറ്റിവെച്ചു. പിന്നെ കൊടുക്കുന്നത് മുഴുവനും മഹാനായ ഖമറുൽ ഉലമ മന്ത്രിച്ച വെള്ളമായിരുന്നു. MBBS-ഉം PG പാസ്സായ ഡോക്ടർമാര് ആ കുട്ടിക്ക് കൊടുത്തത്. ഇന്നും ആരോഗ്യത്തോടെ അവരുടെ വീട്ടിൽ ആ കുഞ്ഞ് കളിച്ച് ചിരിച്ച് ജീവിക്കുന്നുണ്ട്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോടാ നിങ്ങൾ വൈരാഗ്യം കാണിക്കുന്നത്? ഇവിടെ പിന്നെ അങ്ങനെയുള്ള ഫിത്നയും ഫസാദും നാട്ടിലില്ല. എടാ മോനെ, നിന്റെ ഈമാൻ നീ കാത്തോ, നിന്റെ ഈമാൻ നീ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. കാരണം പണ്ഡിതന്മാര് പരലോകത്ത് ചെല്ലുമ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരോട് റബ്ബ് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അപ്പൊ ആ പണ്ഡിതൻ പറയും, ഞാൻ ഇന്നതുകൊണ്ടാണ്. അവർക്ക് റീസൺ ഉണ്ട്, കാരണമുണ്ട്. മറ്റേ പണ്ഡിതനോട് ചോദിക്കും, നിങ്ങൾ എന്താ അങ്ങനെ കാണിച്ചത്, നിങ്ങൾ എന്തിനാ അത് പറഞ്ഞത്? അവര് പറയും, ഞാൻ ഇന്നത് പോലെ ഇന്ന വിഷയം കൊണ്ടാ പറഞ്ഞത്. രണ്ടുപേർക്കും കാരണമായി പടച്ച തമ്പുരാൻ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ ഇതൊന്നും അറിയാതെ എട്ടും പൊട്ടും തിരിയാതെ നാഴികക്ക് 40 വട്ടം പണ്ഡിതന്മാരുടെ പച്ചറച്ച് നിന്ന ചെറുപ്പക്കാര, നിനക്കെന്താ റബ്ബിന്റെ മുമ്പിൽ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? എന്ത് പറയാനുണ്ട്? നീ എങ്ങനെ രക്ഷപ്പെടും? ചിന്തിച്ചു. അവരവരുടെ ഈമാൻ കാത്തുകൊള്ളണം. ഖബറിൽ സമാധാനത്ത് കിടക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയുവോ, AP ഉസ്താദ് അവറുകൾ മർക്കസിലിരിക്കുമ്പോ ഗുജറാത്ത് മോഡിയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ. ഞാൻ ദീർഘമായി പറയുന്നില്ല, ഏറെ പറയാനുണ്ടെങ്കിലും ഈ പോയിന്റ് കൂടെ ഞാൻ പറയുക. ഇത്ര വലിയ സാന്ത്വന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്ന എത്രയോ പാവപ്പെട്ട മക്കളെ ദത്തെടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ ഉമ്മമാരെ AP ഉസ്താദിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആരക്കുന്നു. അങ്ങനെ ഇത്രയും കൂടുതൽ ദുആ കിട്ടുന്ന ഒരു പണ്ഡിതനില്ല സഹോദരങ്ങളെ. അതൊരു തൗഫീഖാണ്. അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അസൂയ ഉണ്ട്. ഇവിടെ അസൂയപ്പെടുന്ന ആളുകൾക്കല്ലേ നഷ്ടം വരൂ. അസൂയ വെക്കുന്നവർക്കല്ലേ നഷ്ടം സംഭവിക്കൂ. ആരുടെ മേലല്ല അസൂയ വെക്കുന്ന അവർക്കൊന്നും സംഭവിക്കൂല. അവർക്കല്ല ഉയർത്തി കൊടുക്കും. അതുകൊണ്ട് വെറുതെ നമ്മളെ നഷ്ടത്തിന്റെ കണക്ക് വലിച്ചു വാരി നമ്മുടെ ശരീരത്തിൽ വെക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, അറിയണേ, ആ ഗുജറാത്തില് 8 സ്കൂളുകൾ മഹാനായ ഖമറുൽ ഉലമ AP ഉസ്താദ് അവറുകൾ മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനത്തിന്റെ കീഴിൽ നടത്തുന്നുണ്ട്. 8 സ്കൂളുകൾ ഗുജറാത്തില്, വെസ്റ്റ് ബംഗാളിലുണ്ട്, കാശ്മീരിലുണ്ട്. 8 സ്കൂള്. കാശ്മീരില് വെടിവെച്ചുകൾക്കിടയില് വിദ്യാസമ്പന്നരായ മക്കളെ വാർത്തെടുക്കുന്ന മഹാനായ ഖമറുൽ ഉലമ കാണിച്ചതാ ഒരു പണ്ഡിതനെ. കുറ്റം പറയാൻ നല്ല നാവാ കാണിച്ചതാ. എല്ലാ സംസ്ഥാനത്തിലും, ഏഷ്യയിലെ പല ഭാഗത്തും, രാജ്യത്തിന്റെ പല ഭാഗത്തും സേവന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടത്തുന്ന AP ഉസ്താദ് അവർ ഇങ്ങനൊരു പണ്ഡിതനിലൂടെ നമ്മുടെ രാജ്യത്തിന് ആവശ്യം, സമുദായത്തിന് ആവശ്യം, നേതൃനിരയിൽ ആവശ്യം. അല്ലാഹു തആല ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ, ബോധം തരട്ടെ. ആമീൻ ഉറച്ചു. അല്ലാഹു തആല നമുക്കെല്ലാം ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഗുജറാത്തിൽ നിന്ന് ഒരു സഹോദരൻ, അദ്ദേഹം ലണ്ടനിലാണ്. AP ഉസ്താദ് പ്രസംഗിക്കുന്ന ഡയറക്റ്റ് കേട്ടതാ ഞാൻ. ലണ്ടനിലോ മറ്റോ ആണ് അദ്ദേഹം താമസിക്കുന്നത്. ലണ്ടനിലോ മറ്റോ ആണ്. അവിടെ അയാളുടെ സ്വദേശം ഗുജറാത്തിലാണ്. അയാൾ അവിടെ ഒരു ഹോസ്പിറ്റൽ നടത്തുന്നു. ഇവിടെ ഗുജറാത്തിൽ. ആ ഹോസ്പിറ്റല്, എന്റെ പ്രിയപ്പെട്ടവരെ, AP ഉസ്താദ് അവറുകൾ ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ നടത്തുന്ന വിദ്യാഭ്യാസ വിപ്ലവവും കാരുണ്യ പ്രവർത്തനവും കണ്ട് നാട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അന്വേഷിച്ച് അത്ഭുതപ്പെട്ടുപോയി. കേരളക്കരയിൽ നിന്നൊരു പണ്ഡിതന്റെ കാരുണ്യ സ്പർശവുമായി കടന്നു വന്ന മഹാനായ ഖമറുൽ ഉലമയെ കുറിച്ച് പഠിച്ചു. അത്ഭുതപ്പെട്ടുപോയി AP ഉസ്താദ് അവറുകളുടെ പ്രവർത്തനങ്ങൾ. അയാൾക്ക് അവിടെ വലിയൊരു ഹോസ്പിറ്റലുണ്ട്. ഏതാണ്ട് 60 കോടി രൂപയ്ക്കകത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഏകദേശം. ഈ ഹോസ്പിറ്റൽ അതിന്റെ പ്രമാണമെടുത്തു. മർക്കസു സഖാഫത്ത് സുന്നിയയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തു. ഡീറ്റെയിൽസ് എല്ലാം റെഡിയാക്കിയിട്ട് കടന്നുപോയി ഖമറുൽ ഉലമയുടെ അടുക്കലേക്ക്. ലോകത്തിനറിയാടോ, ആ കരങ്ങളിൽ 5 രൂപയുടെ നാണയം കൊടുത്താൽ അത് പാവപ്പെട്ടവനെത്തുമെന്ന്. 10 രൂപ ഖമറുൽ ഉലമയുടെ കരങ്ങളിലെത്തിയാൽ ഏതെങ്കിലും അശരണരുടെ അവർക്ക് ശരണമേകുമെന്നറിയാം. അതുകൊണ്ട് കൊടുക്കും ആളുകള്, അതുകൊണ്ട് കൊടുക്കും. കാരണം പ്രവർത്തനം കാണാനുണ്ട്, ലോകം മുഴുവനും കാണാനുണ്ട്. അള്ളാഹു എല്ലാ പരാധീനതകളും തീർത്തു കൊടുക്കുമാറാകട്ടെ. വന്നു, AP ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, അതുകൊണ്ട് ഇന്ത്യയില് യുനാനി മെഡിക്കൽ കോളേജ് ഇല്ലാത്ത 2 സംസ്ഥാനങ്ങളായിരുന്നു. 2 സംസ്ഥാനം. ഒന്ന് കേരളമായിരുന്നു, ഒന്ന് ഗുജറാത്തായിരുന്നു. ബാക്കി എല്ലായിടത്തും ഉണ്ട് എന്നാ എന്റെ ഓർമ്മ. അങ്ങനെ പറഞ്ഞു. കേരളത്തിൽ ഇപ്പോ അൽഹംദുലില്ലാഹ് ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ യുനാനി മെഡിക്കൽ കോളേജ് തുടങ്ങി. ഇനി ഗുജറാത്തിൽ അത് യുനാനി മെഡിക്കൽ കോളേജ് ആക്കാനുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വേണ്ടി അന്ന്
തുച്ഛമായ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് പോകാൻ വേണ്ടിയിട്ട് ഒരു വിങ്ങിനെ ഡോക്ടേഴ്സിനൊക്കെ തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. പണ്ഡിത ദൗത്യതല്ലേ, പണ്ഡിത ദൗത്യം. നിങ്ങൾ ദ്വാരക്ക്, ആഫിയത്തിനോട് ദ്വാരക്ക്. 10 പേർക്ക് ഗുണം കിട്ടട്ടെ, 10 മക്കൾ പഠിക്കട്ടെ, 10 എത്തീം മക്കൾ രക്ഷപ്പെടട്ടെ, 10 പെൺകുട്ടികളെ കെട്ടിക്കട്ടെ, ഇൽമു പറഞ്ഞു കൊടുക്കട്ടെ, സമുദായത്തിന്റെ ഇസ്സത്ത് ഉയരട്ടെ, അഹ്ലുസുന്നയുടെ പ്രതാപം വർദ്ധിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ അറിയണം അല്ലേ, ആ മുഖത്തിന്റെ വെളിച്ചം കണ്ടാൽ മതിയല്ലോ. പല ആളുകൾ എനിക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല, ഉസ്താദിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി വർക്കസിലേക്ക് പോയ സംഭവമുണ്ട്, ചോദ്യം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അവസാനം ഉസ്താദിന്റെ മുഖം, ഉസ്താദിന്റെ ഇടപെടലും, ഉസ്താദിന്റെ ചിരിയും, ഉസ്താദിന്റെ നൈർമല്യമുള്ള സ്വഭാവം കണ്ടിട്ട് അവസാനം പോക്കറ്റിരുന്നൊരു കൈമുടക്കം കൊടുത്ത് ഉസ്താദ് ദ്വാരക്കണം, ഞാൻ പൊരുത്തപ്പെട്ടേക്കണം. സംഭവം അറിയാതൊക്കെ സംഭവിച്ചു പോകും. പൊരുത്തപ്പെടിച്ച് സമ്മാനം കൊടുത്ത് തിരിച്ചു വന്ന സംഭവങ്ങളുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാർക്കും തൗഫീഖ് തരുമാറാകട്ടെ. മാവില കടപ്പുറത്ത് കുറച്ചു നാൾ മുമ്പ് ഉസ്താദ് പ്രസംഗിക്കാൻ വന്നിരുന്നു, ഓർമ്മയുണ്ടോ? മാവില കടപ്പുറത്ത് 2-3 വർഷമായിട്ടുണ്ടാവും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവിടെ പ്രഭാഷണം ഞാനായിരുന്നു. ഇവിടെ അടുത്തല്ലേ മാവില കടപ്പുറം? ഉസ്താദ് സ്റ്റേജിലിരുന്ന് ഇപ്പൊ എന്നോട് മെല്ലെ പറഞ്ഞൊരു വർത്താനമുണ്ട്. അവിടെ ഇരുന്നു ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ നിന്ന് ഒരാളിനെ തെറി പറയരുത്. വേണമെങ്കിൽ ഉസ്താദ് നിങ്ങൾ എന്നോട് പറഞ്ഞത്, നീ അതിന്റെ സെനത് നോക്കണ്ട, മുത്തസില കുറ്റപ്പെടുത്തരുത്. നമ്മുടെ വാക്ക് സുന്നത്ത് ജമാഅത്തിന് ഉപകാരപ്പെടണം, ദീനിന് ഉപകാരപ്പെടണം. കണ്ടോ, വേണമെങ്കിൽ പറയാലോ, എന്നെ ശരിക്ക് കൈകാര്യം ചെയ്യുന്ന ചില മൊല്ലമാരുണ്ട്. ഇടക്കിടയ്ക്ക് മോനെ 2 കൊട്ടുകൊട്. ആരെങ്കിലും അറിയോ? എനിക്ക് കൊട്ടാനും അത്യാവശ്യം അല്ലാഹ് തൗഫീഖ് കൊണ്ട് കൊട്ടാനും അറിയാ. പക്ഷേ ഞാനങ്ങനെ കൊട്ടാറില്ല. ചില മരുന്നുകൾ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണം, അത് ദീനിന് ഉപകരിക്കുന്ന രൂപത്തിൽ, അത് വേറെ വിഷയം. പക്ഷെ ഉസ്താദ് അവരുടെ സ്വഭാവം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട, ഒരു മനുഷ്യനെയും നോവിക്കരുത്, ഒരു മനുഷ്യനെയും വേദനിപ്പിക്കരുത്, ഒരാൾ കണ്ണുനീര് കുടിക്കരുത്, ഒരാളും അവഗണിക്കപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വാത്വികനായ പണ്ഡിതനെ മാറി നിന്ന് കാര്യമറിയാതെ കല്ലെറിയുമ്പോ ആ കരങ്ങൾ അവിടെ അവസാനം എവിടെയാ ചെന്ന് പതിക്കാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ഉസ്താദിനെ നാളെ ഒന്ന് നേരിട്ട് കാണാൻ, ഒന്ന് ആമീൻ പറയാൻ, ഒരു തൗഫീഖല്ലേ അത്, ഒരു തൗഫീഖല്ലേ, ഒരു തൗഫീഖാണത്, ഒരു തൗഫീഖാണ്. റബ്ബ് തന്നൊരു തൗഫീഖാ, ഈ നാടിന്റെ വെളിച്ചമാണ്. അതുപോലെ ഖലീൽ തങ്ങൾ അൽഹംദുലില്ലാ ലോക സഞ്ചാരിയാണ്. ഇപ്പൊ ഫ്രാൻസില് ഈ അടുത്ത് ഒരു പ്രഭാഷണവുമായി ബന്ധപ്പെട്ടിട്ട് തങ്ങളെ ഒരു ദുആയ്ക്ക് വിളിച്ചപ്പോൾ, വേറൊരു സ്ഥലത്ത് വിളിച്ച ഫ്രാൻസിലാണ് ഈ അടുത്തുണ്ടായത്. ഫ്രാൻസിൽ നിന്ന് ഇപ്പൊ ഈ അടുത്ത് വന്നിട്ടേ ഉള്ളൂ. ലോകത്തുടനീളം സുന്നത്ത് ജമാഅത്തിന്റെ ദഅവത്തുമായിട്ട് ഓടി നടക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ, ഏത് സംഘടനയാകട്ടെ, ഏത് പ്രസ്ഥാനമാകട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും കൊടുക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോളി. സന്തോഷത്തോടെ മനസ്സ് ഇങ്ങനെ ദുആരക്കാനായി എ പി ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഇഖ്ലാസോടെ സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതല്ലേ ആവശ്യം. ഒന്ന് ഒത്തു കാണണം. ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു നിന്ന് കേരളം സ്വർഗഭൂമിയാക്കണമെന്നൊന്ന് ആഗ്രഹിച്ചു മുന്നോട്ട് വന്നപ്പോൾ ചില പുഴുക്കുത്തുകൾ പിന്നിൽ നിന്ന് പിന്നോട്ട് വലിക്കുക. അവര് ദീനിന്റെ ശത്രുക്കൾ ആരായിരുന്നാലും, ഏത് സംഘടനക്കാരായിരുന്നാലും, സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുക.